വെൽക്കം ടു ട്രിക്കി PSC. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എല്ലാ നദികളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് കാവേരി നദി. ഓക്കെ, ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് കാവേരി നദി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കൃഷ്ണ നദി. ഓക്കെ, ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് ഏതെന്ന് പറയുന്നത് കൃഷ്ണ നദി. അതുപോലെ തന്നെ മറ്റൊരു നദിയാണ് ഏതെന്ന് പറയുന്നത് മഹാനദി. ഓക്കെ, നദികൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ 4 നദികളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ നദികളാണ്, പ്ലസ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഇവയെല്ലാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോരോ നദികളായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗോദാവരി നദിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗോദാവരിയെ കുറിച്ച് പഠിക്കാം. നമ്മളിനി ഗോദാവരി നദിയെ കുറിച്ച് വളരെ ബേസിക് ആയി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ഉപദ്വീപീയ നദികളെ കുറിച്ചാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി നദി. നമ്മൾ പഠിച്ചു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതായിരുന്നു? ഗംഗാ നദിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന, ആ പൂർണ്ണമായും എന്നത് ശ്രദ്ധിക്കണം, ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി. കാരണം ഗംഗ ഏറ്റവും നീളം കൂടിയ നദിയാണെങ്കിലും ഗംഗയുടെ കുറച്ച് ഭാഗം ഇതിൽ കൂടിയാണ് ഒഴുകുന്നത്, ബംഗ്ലാദേശിലൂടെയാണ് ഒഴുകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗോദാവരി നദി വന്നിട്ട് പൂർണ്ണമായും ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത്. സോ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. ഇനി ഗോദാവരി നദിയുടെ ഒരു വിശേഷണമാണ് എന്തെന്ന് പറയുന്നത് വൃദ്ധഗംഗ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഗോദാവരി നദിയാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃദ്ധഗംഗ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ, പൂർണ്ണമായും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ 2 വിശേഷണങ്ങൾ, ഒന്ന് വൃദ്ധഗംഗ, ഒന്ന് എന്താണ് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഗോദാവരി നദിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോദാവരി നദിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഗോദാവരി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഗോദാവരി നദി എവിടേക്കാണ് പതിക്കുന്നത്? നമ്മൾ പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന എല്ലാ ഉപദ്വീപീയ നദികളും എവിടെ ചെന്നാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. സോ ഗോദാവരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഗോദാവരി നദി എന്ന് പറയുന്നത്. നീളം എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് ഗോദാവരി നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കൂ, 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയുടെ തീരത്ത് നടക്കുന്ന ഒരു ആഘോഷമാണ് ഏതെന്ന് പറയുന്നത് പുഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയുടെ തീരത്ത് നടക്കുന്ന ഒരു ആഘോഷമാണ്
പുഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗോദാവരിയെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഗോദാവരി നദിയുടെ പോഷക നദികളും അവയിലെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഡയഗ്രത്തിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഗോദാവരി നദിയെക്കുറിച്ച് ഡയഗ്രത്തിലൂടെ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുകയാണ്. ശ്രദ്ധിക്കൂ, നമ്മൾ പറഞ്ഞു ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന പ്രദേശത്ത് നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഗോദാവരി നദി മഹാരാഷ്ട്രയിലൂടെ ഒഴുകി തെലങ്കാനയിലൂടെ ഒഴുകി ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകി എവിടെ ചെന്ന് പതിക്കുകയാണ്? ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഉത്ഭവിച്ച് മഹാരാഷ്ട്രയിലൂടെ ഒഴുകി തെലങ്കാനയിലൂടെ ഒഴുകി ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗോദാവരി നദിയുടെ പോഷക നദികളെ കുറിച്ചാണ്. ഗോദാവരി നദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഏത് എന്ന് പറയുന്നത്? പ്രാൺഹിത നദി എന്ന് പറയുന്നത്. അപ്പൊ ഈ പേരുകളൊക്കെ വളരെ ഓർത്തു വെക്കുക. ഗോദാവരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് പ്രാൺഹിത. അതുപോലെ തന്നെ ഗോദാവരി നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ഇതെന്ന് പറയുന്നത് വാർധ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോദാവരി നദിയുടെ രണ്ട് പോഷക നദി, ഒന്ന് പ്രാൺഹിത, ഒന്ന് വാർധ നദി. അതുപോലെ തന്നെ മറ്റൊരു പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് പെൻഗംഗ നദി എന്ന് പറയുന്നത്. ഓക്കെ, ഗോദാവരി നദിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോഷക നദിയാണ് പെൻഗംഗ. അങ്ങനെ പെൻഗംഗ നദി പതിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പോഷക നദിയാണ് വെയിൻഗംഗ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗോദാവരി നദിയുടെ മറ്റു രണ്ട് പോഷക നദികളാണ് പെൻഗംഗ നദിയും അതുപോലെ തന്നെ വെയിൻഗംഗ നദി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ 4 പോഷക നദി: വാർധ, പ്രാൺഹിത, പെൻഗംഗ, വെയിൻഗംഗ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഗോദാവരി നദിയിലേക്ക് ഒഴുകിയെത്തുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയാണ് ഇന്ദ്രാവതി നദി എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും ഒഴുകി വരുന്ന നദിയാണ് ഇന്ദ്രാവതി നദി എന്ന് പറയുന്നത്. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി നദി എന്ന് പറയുന്നത്. ഇന്ദ്രാവതി നദി പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ദ്രാവതി നദിയിലാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടം, അതായത് ചിത്രാക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രാവതി നദിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദ്രാവതി നദിയിലാണ് ചിത്രക്കോട് വെള്ളച്ചാട്ടം. ചിത്രക്കോട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ദ്രാവതി നദി ഗോദാവരി നദിയുടെ ഒരു പോഷക നദിയാണ്. ഇന്ദ്രാവതി നദിയിലാണ് ഏത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഗോദാവരി നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് മഞ്ചീര നദി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോദാവരി നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് മഞ്ചീര നദി. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പോഷക നദി പഠിച്ചു? പ്രാൺഹിത, വാർധ, പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി, മഞ്ചീര. ഓക്കെ, ഇന്ദ്രാവതി നദിയിലാണ് ഏത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ചിത്രക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഇത് തെലങ്കാന സ്റ്റേറ്റിലൂടെ ഗോദാവരി നദി ഒഴുകുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ, തെലങ്കാന സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പൊച്ചമ്പാട് പദ്ധതി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയാണ്. ഏത് നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി നദിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? പൊച്ചമ്പാട് പദ്ധതി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പൊച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി നദിയിൽ തെലങ്കാനയിലാണ് പൊച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ആന്ധ്രാപ്രദേശിലൂടെ ഗോദാവരി നദി ഒഴുകുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ പട്ടണമാണ് ഇതെന്ന് പറയുന്നത് രാജമുദ്രി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഏതെന്ന് പറയുന്നത് രാജമുദ്രി എന്ന് പറയുന്നത്. ഏത് സംസ്ഥാനത്തെ പട്ടണമാണ്? ആന്ധ്രാപ്രദേശിലെ ഒരു പട്ടണമാണ് രാജമുദ്രി. രാജമുദ്രി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. ക്ലിയർ ആണല്ലേ? അതേപോലെ തന്നെ മറ്റൊരു മാൻഗ്രോവ് ഫോറസ്റ്റ്, കൊറിംഗ മാൻഗ്രോവ് ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആന്ധ്രാപ്രദേശിൽ ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാൻഗ്രൂവ് ഫോറസ്റ്റ്, അതായത് കണ്ടൽക്കാടാണ് ഇതെന്ന് പറയുന്നത് കൊറിങ്ക കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഗോദാവരി നദി വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു. ശ്രദ്ധിക്കൂ, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഉത്ഭവിച്ച് തെലങ്കാനയിലൂടെയും ആന്ധ്രാപ്രദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുന്നു. പ്രധാനപ്പെട്ട പോഷക നദി പ്രാൺഹിത, വാർധ, പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി, മഞ്ചീര. ഓക്കെ, ഇന്ദ്രാവതി നദിയിലാണ് പ്രസിദ്ധമായ ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പച്ചമ്പാട് പദ്ധതി. അത് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. അതുപോലെ ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ പട്ടണമാണ് രാജമുന്ദ്രി. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിങ്ക മാംഗ്രൂവ് ഫോറസ്റ്റ്, ആന്ധ്രാപ്രദേശ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഗോദാവരി നദിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഇതെന്ന് പറയുന്നത് മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മഹാനദിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മഹാനദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 857 കിലോമീറ്റർ ആണ്. ഓക്കെ, മഹാനദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 857 കിലോമീറ്റർ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നീളം എത്രയാണ്? 857 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം. ഉത്ഭവം ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മഹാനദി പ്രധാനമായിട്ടും ഒഴുകുന്നത് ഒറീസയിലൂടെയാണ്. സോ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, ഈ മഹാനദിയിലാണ് ഏറ്റവും പ്രസിദ്ധമായ ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാനദിയിലാണ് ഏത് ഡാം സ്ഥിതി ചെയ്യുന്നത്? ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിരാക്കുഡ് ഡാമിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണ് മഹാനദിയുടെ നീളം? 857 കിലോമീറ്റർ. ഉത്ഭവം ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. എന്താണ് ഹിരാക്കുഡ് ഡാമിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഇതെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിക്കാം. മഹാനദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഇബ്. അതുപോലെ തന്നെ മറ്റൊരു പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ടെല്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇബും ടെല്ലും മഹാനദിയുടെ പോഷക നദിയാണ്. ഇനി ശ്രദ്ധിക്കുക, മഹാനദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഓക്കെ, മഹാനദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഈ ഷിയോനാഥിന്റെ ഒരു പ്രത്യേകത PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത് ഷിയോനാഥ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത് ഷിയോനാഥ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മഹാനദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ഷിയോനാഥ്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക, ഈ ഷിയോനാഥ് നദിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കൈലാഷ് സോണി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പേര്? കൈലാഷ് സോണി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഷിയോനാഥ് നദിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത വ്യക്തിയാണ് കൈലാഷ് സോണി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഇതെന്ന് പറയുന്നത് ഷിയോനാഥ്. അതുപോലെ മഹാനദിയുടെ മറ്റ് രണ്ട് പോഷക നദികളാണ് ഇബും ടെല്ലും.
ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പഠിക്കാം. മഹാനദി എവിടെ ചെന്നാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ ചെന്നിട്ടാണ് മഹാനദി പതിക്കുന്നത്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബംഗാൾ ഉൾക്കടലിൽ ചെന്നിട്ടാണ് മഹാനദി പതിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ വൃത്തിയായിട്ട് മഹാനദിയെ കുറിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഗോദാവരി നദിയും മഹാനദിയുമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൃഷ്ണ നദിയെക്കുറിച്ചും കാവേരി നദിയെക്കുറിച്ചും വളരെ വ്യക്തമായി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.